ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ആൻഡ് ലിവിങ്. ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണ് ട്രെൻഡിങ് ആയിക്കണ ഒന്നാണ് കാർട്ടൂൺ ഫ്രെയിം എങ്ങനെ റെഡിയാക്കാമെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 3 ആപ്പുകളാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് വെച്ചാൽ ടൂൺ മീ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാട്ടോ. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ടൂൺ മീ കാർട്ടൂൺ അവതാർ മേക്കർ എന്നാണ് ആപ്പിൻ്റെ പേര്. പിന്നെ വേണ്ടത് വെച്ചാൽ അഡോബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് പിന്നെ വേണ്ടത്. ഇത് രണ്ടും ഞാൻ ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഗാലറിയിൽ നമുക്ക് ആരൊക്കെ ഫോട്ടോ ആണോ കാർട്ടൂണിൽ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കണം കേട്ടോ ഓൾറെഡി. പിന്നെ അതിന് ശേഷം നമ്മൾ ടൂൺ മീ ആപ്പ് തുറക്കുക. അപ്പോൾ അതിൽ നമ്മൾ സൈൻ ചെയ്യാനൊക്കെ ഉണ്ടാവും, അത് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ ഫ്രെയിം കാണാം കേട്ടോ. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ രണ്ടാമതൊരു കുട്ടി നിൽക്കില്ലേ, ഇതാണ് നമ്മൾക്ക് എടുക്കേണ്ടത്. ഇതാണ് കാർട്ടൂൺ ആപ്പ്. അപ്പം അതിൽ പോയിട്ട് നമ്മൾ ഓരോ ഫോട്ടോസും കാർട്ടൂൺ ടൈപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതേപോലെ ഡൗൺലോഡായി കണ്ടില്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ആണ് ഇതേപോലെ കാർട്ടൂണിലാക്കുക. ഇതേപോലെ തുറക്കുക, നമ്മൾ ഗാലറി ഓപ്പൺ ആക്കുക, നമുക്ക് ഏതൊക്കെ ഫോട്ടോ വേണോ അത് ഇതേപോലെ കാർട്ടൂണിക്കാക്കുക. താഴെ ഡൗൺലോഡിൻ്റെ ചിഹ്നം കണ്ട അത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർട്ടൂണുകൾ ഓൾറെഡി ഗാലറിക്ക് വന്നിട്ടുണ്ട്. അവനെ കാണിച്ചത് ഇതിൽ കൂടെ ഞാൻ എൻ്റെതും എൻ്റെ അനിയത്തിയുടെയും ചെയ്തിട്ടുണ്ട്. ഇത് ലെങ്ത്ത് കൂടണ്ട വെച്ചിട്ടാണ് ഞാനിങ്ങനെ 2 എണ്ണം വെച്ച് കാണിച്ചത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ കാർട്ടൂൺ ആപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം. നമുക്ക് ഒരാൾ മാത്രമുള്ള വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് അഡോബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അപ്പോൾ അത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടുമായിട്ടൊന്ന് സൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചെയ്യുക. എന്നിട്ട് അതിൽ താഴെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അതിൽ ചൂസ് ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാർട്ടൂണിൻ്റെ ഓരോ ഇതുകളുണ്ട്, അത് ഇതേപോലെ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും കേട്ടോ. ഇതേപോലെ ഞാൻ അച്ഛൻ്റെതും അമ്മയുടേതും എൻ്റെതും അനിയത്തിയുടെ ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് ഇതേപോലെ ആക്കണോ അതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാവും. എനിക്ക് ഫീവറാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, കേൾക്കുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ 4 ഫോട്ടോസും ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ പഴയ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ഒക്കെ എല്ലാവരെയും ഇങ്ങനെ പഠിച്ചവരുടെ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ, അപ്പോൾ അവിടെ ഇവിടെയൊക്കെയുള്ള ഫോട്ടോസ് നമുക്ക് ഇങ്ങനെ എല്ലാവരും ഫോട്ടോ ഒരുമിച്ചാക്കാൻ ഈ ആപ്പുകൾ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. എനിക്ക് എൻ്റെ ഫാമിലി ഫോട്ടോ വെച്ചാൽ 4 ആളായിട്ട് ഒരുമിച്ചിട്ടുള്ള ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഈ ആപ്പ് എനിക്ക് വളരെ ഉപകാരപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഗാലറി വന്നിട്ടുള്ള ഓരോരുത്തരുടെ പിക്കുകൾ ഇതേപോലെ നോക്കിയാൽ ഇപ്പോൾ ആൾ മാത്രമേ ഉള്ളൂ. ഇത് ഓരോരുത്തരുടെ സ്ക്രീൻഷോട്ടിൽ നിന്ന് ക്രോപ്പ് ചെയ്ത കാരണമാണ് ഇങ്ങനെ കിടക്കണത് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ പിക്ക് നോക്കിയാൽ അപ്പോൾ എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവരൊക്കെ ഒന്നിച്ച് ചേർക്കാനായിട്ട് ആവശ്യമുള്ള ആപ്പാണ് ക്യാൻവ. ഇതേപോലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ക്യാൻവ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അതിൽ പോയിട്ട് A4 ഡോക്യുമെൻ്റ് എന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പേജ് കിട്ടും. എൻ്റെ ബ്ലാങ്ക് പേജ് കാണാത്ത കാരണം ചെറിയൊരു ഡിസൈൻ ഉണ്ടാക്കാൻ ഞാൻ കളഞ്ഞിട്ട് ഇപ്പോൾ വൈറ്റ് പേജാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം താഴെ ക്യാമറയിൽ പോയിട്ട് നമ്മൾ സെലക്ട് മോർ ഫോട്ടോസ് കൊടുത്ത് നമ്മളെ ഗാലറിക്ക് പോകും. അപ്പോൾ ഓൾറെഡി ഞാൻ അവിടെ കുറച്ച് ആ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗാലറിക്ക് പോകാത്തത്. എന്നിട്ട് ആദ്യം ഞാൻ അച്ഛനെ അതിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സെലക്ട് ആഡ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പേജിലേക്ക് വരും. എന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം വെച്ചിട്ട് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത്. എവിടെയാണോ വേണ്ടത് അതേപോലെ ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ അതിൻ്റെ ആരോസ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർ ഫോട്ടോ ഇതേപോലെ വീണ്ടും ക്യാമറ എടുക്കുക. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ അമ്മേനെയാണ് ഇതിൽ കൊണ്ടുവരുന്നത്. ക്രോപ്പ് ചെയ്ത് പിക്കായ കാരണമാണ് അമ്മേനെ അത്ര ഒരു ഇതില്ലാത്തത്. നല്ല സിംഗിൾ പിക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് അത് ഇതേപോലെ വെക്കുകയാണ്. പിന്നെ ഞാൻ വെച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് അമ്മയുടെ പിക്കിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയ കളറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ല ആദ്യം അമ്മയുടെ പിക്ക് കൊടുത്തിട്ട് പിന്നെ അച്ഛൻ്റെ പിക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ കൈയൊക്കെ വെക്കണ കാരണം ആ ഭാഗം മറഞ്ഞു കിടക്കും. അപ്പോൾ ഞാൻ വീണ്ടും ക്യാമറയിൽ പോയിട്ട് അച്ഛൻ്റെ പിക്ക് രണ്ടാമത് കൊണ്ടുവരികയാണ് ചെയ്യണത് കേട്ടോ. അമ്മയുടെ പിക്ക് അടിപൊളിയാക്കിയിട്ട് വീണ്ടും അച്ഛൻ്റെ പിക്കാണ് ഇതേപോലെ കൊണ്ടുവരുന്നത്. അതേപോലെ ഞങ്ങൾ ഓരോരുത്തരെ ഇതേപോലെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ.
ഞാൻ പറഞ്ഞേ മനസ്സിലായില്ലെങ്കിൽ വീഡിയോയിൽ എവിടേക്കാണ് പോണത് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായും. അടിപൊളി ആപ്പാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി എനിക്ക് ഇതുണ്ടാക്കിയിട്ട് വേണം ഫ്രെയിം ചെയ്ത് വെക്കണം. കാരണം ഞങ്ങൾ 4 ആളെ ഫോട്ടോ ഇല്ല പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾക്ക് 4 ആളെ ഫോട്ടോ കൂടിയിട്ട് എനിക്ക് ഫ്രെയിം ചെയ്യാറിയാം. അപ്പം അങ്ങനെ ഒരു ഫ്രെയിം ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ അനിയത്തിയുടെ പിക്ക് കൊണ്ടുവരുന്നുണ്ട്, അതേപോലെ എൻ്റെ പിക്ക് കൊണ്ടുവന്ന് വന്നിട്ട് ഇതേപോലെ റെഡിയാക്കുക. നമ്മൾ ഒരു ഇതനുസരിച്ചിട്ട് എവിടെയാണോ അത് മാച്ച് ആവുക അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ കേട്ടോ. ചിലപ്പോൾ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണോ സൂട്ടാവുന്നത് അതേ ടൈപ്പിൽ ചെയ്താൽ മതി. ഞങ്ങളെ 4 ആളെ പിക്കും ഒരുമിച്ചിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാലറിക്ക് സേവ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മുകളിൽ താഴേക്കൊരു ഡൗൺലോഡിൻ്റെ ചിഹ്നം കാണിക്കുന്നില്ലേ, അത് പോയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ ഗാലറിക്ക് ഇതേപോലെ ഡൗൺലോഡായി കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഗാലറിയത്തെ പിക്ക് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ നോക്കി നോക്കാം. നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ അപ്പുറത്തൊരു ചിഹ്നമല്ല, മേലേക്ക് ചിഹ്നം, അത് മെയിൽ വഴി നമുക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. അത് ഗാലറിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ 4 ആളെ പിക്കും ഇത് ഞാൻ അപ്പം തന്നെ ഇൻസ്റ്റയിലാണെങ്കിൽ സ്റ്റോറി ഇട്ട്, അതേപോലെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ മറക്കല്ലേ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.